സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ രോമമൊക്കെ നിൽക്കുന്നുണ്ടാ. ലാലേട്ടന്റെ ഒക്കെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇത് ചെറുപ്പക്കാരനായി വരുന്നെന്ന് തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. തിരിച്ചു കിട്ടുന്നില്ല. സിനിമയിലുള്ള ഒരാൾക്കാരല്ലേ, അവരൊക്കെ നമ്മളെ മനസ്സിനകത്തുള്ള ആൾക്കാരാണ്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് നമ്മൾ പൊരുത്തപ്പെടേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. കാരണം സിനിമയുടെ രീതി കാണുക. നമ്മൾ ആ രീതിയിലാണ് ഞാൻ പടം കാണാൻ വന്നത്. അല്ലെ ദിലീപ് ഫാൻ അല്ലെ മോഹൻലാൽ ഫാൻ അങ്ങനെ ഒന്നുമല്ല. ഞാനൊരു പേഴ്സണൽ മനുഷ്യമായിട്ടുള്ള കാര്യത്തിൽ പടം കാണാൻ വന്നു. തിയേറ്ററിന്റെ മാത്രമേ ഞാൻ കുറ്റം പറയുന്നുള്ളൂ. ബാക്കി ഒന്നും തുടക്കം തൊട്ട് പിള്ളേരെ കാണിക്കണം തൊട്ട് ലാസ്റ്റ് അവസാനം വരെ അടിപൊളിയായിട്ട പടം കാണാൻ. നെഗറ്റീവ് പറയുന്നതിനോട് നെഗറ്റീവ് പോസിറ്റീവില്ല. അപ്പൊ രാഷ്ട്രീയ നെഗറ്റീവ് പറയാറില്ലേ? ചെയ്യുന്നില്ല. ലോകത്ത് ഞാൻ നല്ലത് ചെയ്യുന്നതുകൊണ്ട് ചീത്ത ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്നവനാണ്. നെഗറ്റീവ് പറയുന്നവരുമുണ്ട്, ഇല്ല ചെയ്യുന്നവരുമുണ്ട്. കേട്ടാ ആയിരിക്കാം. ഫുൾ എന്റർടൈനർ 100% വിജയിക്കും. ലാലേട്ടൻ രണ്ടുപേരും ഒരേ കണക്ക് തന്നെയാണ്. ആണ്. ഓക്കെ, ശരി. ഓക്കെ, താങ്ക്സ്. പാട്ടൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വിവാദങ്ങൾ ഇതുമായിട്ട് പൊരുത്തപ്പെടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു കുഴപ്പമില്ല. 100% നിങ്ങൾ പടം സിനിമ രീതി കാണുക. വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാതെ പടം മാത്രം കാണുക. പടം നിങ്ങൾക്ക് പൈസ കൊടുത്തതിന് 100% കുഴപ്പമില്ല, നല്ലതാണ്. നെഗറ്റീവായിട്ട് അങ്ങനെയല്ല. ഇത് ഫിലിം എന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാമലീല കണ്ടതുപോലെ വേറൊരു മെത്തേഡിലുള്ളതെന്നുള്ളത്. പിന്നെ ഇത് കഥ കൊള്ളാം, കുഴപ്പമില്ല. നമ്മളതൊക്കെ തെറ്റായിട്ട് പറയാല്ലേ. ഇപ്പൊ ഇതൊക്കെ ഈ കേസ് വഴക്ക് കാര്യങ്ങളൊക്കെ കണക്കല്ലേ. അപ്പൊ അതിൻ്റെതായ ഒരു ഇത് കാണും. പക്ഷേ എല്ലാ കിടിലം പടം. ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം ഒന്ന് കിടിലം പടം. ലോജിക്കൊന്നും നോക്കിയിട്ട് കയറണ്ട. നമ്മൾ അങ്ങ് കയറി കണ്ടാൽ മതി. നമുക്ക് ചിരിക്കാനുള്ള എല്ലാം ഉണ്ട് അതിൽ. കിടിലൻ പടം, ഒരു രക്ഷയില്ല. 100 CR കൺഫേം ആണ്. ഒരു രക്ഷയില്ല. ഫുൾ എന്റർടൈൻമെന്റ്. CID മൂസ എല്ലാം പക്ക അടിപൊളി പടമാണ്. സൂപ്പറാണ്. ഫുൾ അഴിഞ്ഞാട്ടമാണ്. പോയി കണ്ടു.